വികസനത്തിന്റെ കുതിച്ചുചാട്ടം നടക്കുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷന് സമീപം ഒരു വീട് നോക്കുന്നവരാണ് നിങ്ങൾ, അതും ലക്ഷറി വീട്. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കറക്റ്റ് 800 മീറ്റർ തോപ്പുമുക്ക് കഴിഞ്ഞ് 800 മീറ്റർ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ റെസിഡൻഷ്യലിലേക്കുള്ള റോഡ് വരുന്നത്. എൻ്റെ ഈ പിന്നിൽ കാണുന്ന കോണ്ടിനെന്റൽ ഗാർഡൻസിലാണ് നമുക്ക് ഇന്നൊരു വീട് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നും കൃത്യം 300 മീറ്റർ ആണ് നമ്മുടെ ഈ വീട്ടിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ഐഡന്റിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ പീപ്പിൾ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക്സ് ഉണ്ട്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കോണ്ടിനെന്റൽ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് ഈ റെസിഡൻഷ്യൽ റോഡ് തിരിയുന്നത്. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് 850 മീറ്റർ വരുമ്പോൾ ഒരു അടിപൊളി ലക്ഷറി 5.25 സെന്റിൽ ഒരു 2600 സ്ക്വയർ ഫീറ്റ് 4 BHK വീടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ റിയൽ മിറാക്കിൾ ഡീൽസ് എത്തിക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. നിലവിൽ 3 കാർ പാർക്കിങ്ങിന് വരെയുള്ള അതിവിശാലമായ ഒരു കാർ പാർക്ക് ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. വന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്സ് പോർഷനാണ് വരുന്നത്. ഇന്റീരിയറിലേക്ക് കിടക്കാം. ഇന്റീരിയറിലോട്ട് നമുക്ക് കിടക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഇന്റീരിയറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹോളാണ് വരുന്നത്. വലിയ സ്പേഷ്യസ് ആയിട്ട് എത്ര പേർക്ക് വേണം സിറ്റിംഗ് കപ്പാസിറ്റി ആയിട്ടുള്ളൊരു ഹോളാണ് വരുന്നത്. ഇവിടെ ഒരു TV യൂണിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് സ്പേസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഡൈനിങ് ഏരിയ സ്പേസിലോട്ട് കിടക്കാം. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ സ്പേസ്. അതിമനോഹരമായിട്ടുള്ളൊരു വാഷ് ബേസ് കൗണ്ടറാണ് ഇത് കാണുന്നത്. ജാഗോറിൻ്റെ ഫിറ്റിങ്സും എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് വെച്ചിട്ടാണ് ഫിറ്റിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിലെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള കിച്ചൺ സ്പേസിലോട്ട് കിടക്കാം. അതിവിശാലമായിട്ടുള്ളൊരു കിച്ചൺ സ്പേസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചിമ്മിനി എല്ലാം ഫാബ്രിൻ്റെ ചിമ്മിനിയസ് ആണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലോട്ട് കിടക്കുക. വർക്ക് ഏരിയയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട്. 5.25 സെന്റിലാണെങ്കിലും ബാക്കിലോട്ട് നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെയും നല്ല രീതിയിലുള്ള ഒരു സ്പേഷ്യസ് സ്പേസ് ഉണ്ട്. വീട്ടിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. കബോർഡ് വർക്കോട് കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അതിലും കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഈ കാണുന്നത്. സെക്കൻഡ് ഫ്ലോറിലേക്കാണ് നമ്മളിനി കിടക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്കും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോള് മേളിലും അതുപോലെ വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്, സെക്കൻഡ് ഫ്ലോറിലെ. ഇവിടെയും സീലിംഗ് വർക്ക്, ബെഡ്റൂമിൽ ഉൾപ്പെടെ സീലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ എല്ലാ 4 ബെഡ്റൂമിൻ്റെയും ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ജാഗോർ കാര്യങ്ങളിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ഇതാണ് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം. ഇതിലും കബോർഡ് വർക്ക് കാര്യങ്ങൾ, സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമും വലിയൊരു ഹാളും ബാൽക്കണി സ്പേസും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ടെറസ് വരുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ പ്രൊവിഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അഞ്ചേകാൽ സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ 4 BHK വീട് ചെയ്തിരിക്കുന്ന വുഡ് വർക്ക് എല്ലാം ടീക്ക് വുഡ് ആണ്. അതുപോലെ 3 ഫേസ് കണക്ഷനാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഓണറിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഓണറുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഈ 2600 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,35,00,000 രൂപയാണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ, മറക്കല്ലേ.